നമ്മൾ കുർബാന ജീവിതത്തെ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് 4-ാം ദിവസമാണ്, 4-ാമത്തെ ഞായറാഴ്ച. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടിരുന്നു വിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ കുർബാന. അത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള കാഴ്ചയും കേൾവിയുമല്ല, മറിച്ച് ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന കൽപ്പന അനുസരിച്ചാണ്, ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനായി യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ഓരോ ചുവടുവയ്പും മാലാഖമാര് എണ്ണിത്തിട്ടപ്പെടുത്തുകയും ഈ ജീവിതത്തിലും നിത്യജീവിതത്തിലും അയാൾക്ക് വളരെ ഉന്നതമായ പ്രതിഫലം നൽകുകയും ചെയ്യും. അത്രയേറെ ശ്രേഷ്ഠമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡിയായി യാത്ര ചെയ്ത് നമ്മൾ നടന്നാണ് പോരുന്നെങ്കിൽ ഓരോ സ്റ്റെപ്പും മാലാഖമാർ എണ്ണുന്നുണ്ട്. അതിന് ഈ ലോകത്തിലും പരലോകത്തിലും വലിയ പ്രതിഫലം ലഭിക്കും എന്ന വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുന്നത്. അത്രമേൽ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിലാണ് നമ്മളിപ്പോൾ പങ്കുചെയ്യുന്നത്. ആദിമസഭയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു എല്ലാ സഭകളും എന്ന് നമുക്കറിയാം. യേശുവിന്റെ അന്ത്യാത്താഴവേളയുടെ കൽപ്പന അനുസരിച്ചാണ് ആദിമസഭയിൽ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നത്. അങ്ങനെ വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന ആദിമസഭയിലെ പ്രബലമായ ഒരു സഭാസമൂഹം കൊറിന്തോസിലെ സഭയാണ്. കൊറിന്തോസിലെ സഭയിൽ ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ അതിനെ വിലയിരുത്തി പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് കർത്താവിൻ്റെ അത്താഴമാണ്, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കുർബാനയല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറയും. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 17 തുടങ്ങി 22 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കൊറിന്തോസിലെ സഭയിൽ നടത്തപ്പെടുന്ന കുർബാനയെ വിമർശിച്ചിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് കർത്താവിൻ്റെ കുർബാനയല്ല, കർത്താവിൻ്റെ പെസഹയല്ല, കർത്താവിൻ്റെ വിരുദ്ധല്ല എന്ന് കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ആദിമസഭയിലെ ആദ്യകാലത്ത് അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലത്ത് അർപ്പിച്ച കുർബാനയല്ല എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധാപൂർവം ആ കൊറിന്തോസിന്റെ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട്. അവർ ഒരുമിച്ച് ചേരുന്നുണ്ട്, ഇതിലവർ ഒരുമിച്ച് ചേരുന്നുണ്ട്. ഞായറാഴ്ച 5-6 പേര് ഒരുമിച്ച് കൂടി കുർബാന അർപ്പിക്കുക. ആ സഭാ സമൂഹം ഒരുമിച്ച് ചേർന്ന് ആണ് അവരെ ഈ കർമ്മം ചെയ്യുന്നത്. ഒരുമിച്ച് ചേരുന്നുണ്ട്, ഭക്ഷണം പങ്കുവയ്ക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വചനപ്രഘോഷണമുണ്ട്. കുർബാനയുടേതായ അടിസ്ഥാനപരമായ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേരുക, വചനപ്രഘോഷണം നടത്തുക, ഭക്ഷണം പങ്കുവയ്പ്പ് നടത്തുക, പ്രാർത്ഥന നടത്തുക, എല്ലാം കാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ടും അപ്പോസ്തലൻ പറഞ്ഞു വരികയാണ്, നിങ്ങളുടെ കുർബാനയല്ല. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? യേശു ചെയ്തത്, പറഞ്ഞത് അവിടെ നടന്നില്ല. എന്താണ്? കൊടുത്തില്ല. എന്താ കർത്താവ് അപ്പമെടുത്ത് പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. വാക്ക് ആണെന്ന് നമ്മൾ ധ്യാനിക്കുക. കർത്താവിൻ്റെ കൽപ്പനയുടെ ഒരു ഭാഗമാണ് ഇത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. അപ്പമെടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞതാണ്, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ എന്താ? നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. അവിടെയാണ് പ്രധാനപ്പെട്ടത്. ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി കഴിക്കുക
എന്നല്ല കർത്താവ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്. ഇത് എനിക്ക് വേണ്ടിയുള്ള ശരീരമാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. ഈ ഒരു മാറ്റമാണ് കുർബാനയിൽ സംഭവിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്നാണ് ഓരോ ബലിയർപ്പകനും പറയേണ്ടത് എന്ന് സാർ. അവിടെ കൊരിന്തോസിന്റെ സഭയിൽ സംഭവിച്ച ഒരു പ്രശ്നം ഇതാണ്. അവര് ആദ്യകാലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അവർക്കുള്ളതൊക്കെ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് പങ്കുവെച്ച് ആ പങ്കുവെപ്പിന്റെ നടുവിലാണ് ബലിയർപ്പിക്കുക. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഇത് നിനക്കിരിക്കട്ടെ എന്ന് രോഗികളോടും അവശരോടും പറഞ്ഞത് പങ്കുവെച്ചിട്ടാണ് ഒരു വിശുദ്ധ ബലി അർപ്പിച്ചത്. ആ ബലി അതിൽ തന്നെ പൂർണ്ണമായത്. എന്നാൽ പിന്നീട് ഇവർ ചെയ്തത് ഈ 11-ാമത്തെ അധ്യായത്തില് പൗലോസ് പുസ്തകം കുറ്റപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പോൾ അത് കുറ്റപ്പെടുത്തുന്ന കാര്യം ഇതാണ്. ഇവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞിട്ട് ആണ് കുർബാന അർപ്പിക്കാൻ വരിക. ഈ പിഴപ്പ് തന്നെയല്ലേ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ചായക്കടയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഒരു പങ്കുവെക്കും. അത് നടത്തിയിട്ട് പിന്നെ വന്ന് ഈ കുർബാന അർപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് കിട്ടിയത് മുഴുവൻ വീട്ടിൽ കൊണ്ടു കിട്ടിയപ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുത്തിട്ട്, ഞാൻ അധ്വാനിച്ചിട്ടാകുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം പങ്കുവെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെ പങ്കുവെച്ചിട്ട് ഞാൻ തന്നെ തിന്നിട്ട് പിന്നെ വന്ന് ബലി അർപ്പിക്കുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ പറയാനുള്ള വാക്കാണ് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾ ഈ അർപ്പിക്കുന്ന ബലി കർത്താവിൻ്റെ ബലിയല്ല, കർത്താവിൻ്റെ ബലിയല്ല. ഏറെ ധ്യാനിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്ന് പറയാൻ പറ്റുന്നിടത്താണ് ഈ ബലി പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണല്ലോ ഒടുവിലത്തെ അത്താഴത്തിൽ കർത്താവ് ഇത് പറഞ്ഞിട്ട് പിന്നീട് നമുക്കറിയാം അവൻ ഒലിവമലയിലേക്ക് രക്തം വിയർക്കാൻ മാത്രം വേദനയിൽ പ്രാർത്ഥിക്കാൻ പോവുകയും അവിടെ വെച്ച് പടയാളികളെ വന്ന് യേശുവിനെ പിടിക്കുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ യേശുവിനെ നിന്നെ പിടിക്കാൻ. അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയാണല്ലോ, ഇവർ പോയിക്കോട്ടെ. ആര്? ശിഷ്യന്മാര്. അവർ പോയിക്കോട്ടെ. കർത്താവ് എന്താ പറഞ്ഞ? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. ഒരു അപകടത്തിൽ പെടുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ബഹളവും റെക്കമെൻഡും കുത്രാണവും ഗുരുടിയൊക്കെ ആയിട്ട് നടക്കുക. എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ ഒരു ജീവിത തത്വമുണ്ട്. എന്താ തത്വം? നിന്റെ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതാണ്, നിന്റെ ശരീരം എനിക്ക് വേണ്ടിയുള്ളതാണ്, നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ടിയുള്ളതാണ്, നിന്റെ ആരോഗ്യം എനിക്ക് വേണ്ടിയുള്ളതാണ്, നിന്റെ പണം എനിക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഒരു സ്വാർത്ഥതയുടെ ബാബേൽ ഗോപുരത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ജീവിക്കുക. എന്നിട്ട് ഈ ബലി അർപ്പിക്കുക. നിന്റെ ശരീരം, നിന്റെ സ്വത്ത്, നിന്റെ പണം, നിന്റെ കഴിവ് അതെനിക്കുള്ളതാണ് എന്ന് ജീവിതത്തിൽ പറഞ്ഞിട്ട് ഈ ആചാരം അനുഷ്ഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന്റെ പരമപ്രധാനമായ വാക്കിതാണ്, എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ഇടവക സമൂഹം ഒരുമിച്ച് ചേർന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ പറയാതെ പറയുന്ന കാര്യമുണ്ട്. എന്താ?
എന്റെ ശരീരം ഈ ഇടവകയ്ക്കുള്ളതാണ്. എന്റെ ശരീരം ഈ ഇടവകയ്ക്കുള്ളതാണ്. ജീവിത പങ്കാളികള് തന്റെ ജീവിതത്തില് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയാൻ പറ്റണം, നിന്റെ ശരീരം എനിക്കുള്ളതല്ല, എന്റെ ശരീരം നിനക്കുള്ളതാണ്. മാതാപിതാക്കള് മക്കളോട് പറയാൻ പറ്റണം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എനിക്ക് വേണ്ടിയുള്ള ശരീരമായതുകൊണ്ടാണ് മാതാപിതാക്കന്മാർ പ്രായമായി കഴിയുമ്പോ മക്കളോട് കണക്ക് പറയണത്. ഈ ബോധ്യമില്ല. കുറെ കഷ്ടപ്പെടുന്നത് ശരിയാ, കുറെ കഷ്ടപ്പെടുന്നത് ശരിയാ, അത് വ്യത്യാസം സംശയമൊന്നുമില്ല. പക്ഷേ ഈ കഷ്ടപ്പെട്ടപ്പോഴൊക്കെ എനിക്ക് ബോധ്യമുണ്ടായി, ഇത് എന്റെ ശരീരമാണ്, അവർക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്ന ബോധ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാതാപിതാക്കന്മാര് മക്കളോട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റാതെ പോയതുകൊണ്ട് തന്നെയാണ് ഈ മക്കള് വളർന്നു കഴിയുമ്പോൾ ഇത് ആവർത്തിക്കാത്തത്. ഈ ശരീരം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തിരിച്ചു പറയാതെ പോകുന്നത്. പറയേണ്ട സമയത്ത് പറയാതിരുന്നത് കൊണ്ടാണ്, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നത് കൊണ്ടാണ്, വിശുദ്ധ ബലി അർപ്പിച്ച പോകുമ്പോഴും ഈ ആത്മാർത്ഥത ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഈ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കപ്പെടേണ്ടത്. ആത്മസഭയില് നമ്മൾ കാണുന്ന ഒരു കാര്യം, 2 പിരിവുകളുണ്ടായിരുന്നു ഞായറാഴ്ച. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ വചന പ്രഘോഷണം കഴിഞ്ഞുള്ള ഒരു പിരിവ്, അത് ഈ കൂട്ടായ്മയുടെ ചെലവിലേക്ക് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ദേവാലയത്തിന് വേണ്ടിയിട്ടുള്ളത്. രണ്ടാമതൊരു പിരിവുണ്ട്, അത് ഈ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള പിരിവാണ്. ആ പിരിവ് പാവപ്പെട്ടവർക്കുള്ളത്. ഈ കൊറിന്തോസിന്റെ സഭയില് ഈ രണ്ടാമത്തെ പിരിവ് ഒഴിവാക്കി. ആ ഒഴിവാക്കിയ പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്നത് കർത്താവിന്റെ കുർബാനയാണ്. സീറോ മലബാർ സഭയിലെ ഗതികേട് കൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. വലിയ പാരമ്പര്യമൊക്കെ പറയണം, കർത്താവിന്റെ കുർബാനയ്ക്ക് പറ്റിയ യോഗ്യതയ്ക്ക് പറ്റിയ ആചാരമൊന്നും നമുക്കില്ല. കർത്താവിന് പറ്റാത്ത ആചാരങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പെടാപാടുപെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും. അതിന് യുദ്ധങ്ങളാണ്, ശീതയുദ്ധങ്ങളാണ്. കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശീതയുദ്ധം എന്ന് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യാതെ പോകുന്നു എന്നതിൽ ആരും കുണ്ഠിതപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ശ്രദ്ധാപൂർവ്വം നിങ്ങൾ യൂറോപ്യൻ സഭയിലേക്ക് പോകുക. യൂറോപ്പിലെ ലത്തീൻ സഭയിലെ കുർബാനയിലെ ഈ ചടങ്ങ് സത്യത്തില് ഇന്ന് നമ്മൾ വലിയ വീരവാദം നടക്കുന്നുണ്ടല്ലോ. നമ്മളുടെ പൂർവികര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരുപാട് ദേവാലയങ്ങളും സ്ഥാപനങ്ങളും എന്നൊക്കെ. ഒരുപാട് ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ അതൊക്കെ ഞങ്ങളുടെ പൂർവികരാക്കുവാൻ സത്യത്തിലല്ല. എന്തിനേറെ ഈ വിലങ്ങ ഇടവപ്പള്ളിയുടെ നിർമ്മാണത്തിൽ പോലും ഈ ഞായറാഴ്ച വിദേശികളുടെ ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുണ്ടായ പിരിവിൽ നിന്ന് വീതം പറ്റിയിട്ട് പടുത്തുയർത്തതാണ് ഈ ദേവാലയത്തിന്റെ പണത്തിന് എല്ലാം തന്നെ പറഞ്ഞത്. ഈ നമ്മുടെ ഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പാടില്ല. പക്ഷേ ഇതുകൂടി ഉണ്ട് എന്ന് നോക്കണം, നമ്മൾ കൊടുക്കാറുണ്ട്. അത് സംശയമെങ്കിൽ എന്നെ രൂക്ഷതയോടെ നോക്കണ്ട. ഈ പള്ളി പണിത പടിയാട്ടിയച്ഛൻ്റെ ജീവചരിത്രത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം വായിച്ചു. എല്ലാ ചരിത്രവും പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരുത്തന്നെ ചോദിച്ചെടുക്കാൻ പറ്റാറുള്ളത്. പല തെറ്റു വെച്ചിരുന്നതാണ്. അവിടുത്തെ ആരൊക്കെയോ പറഞ്ഞില്ല, അവിടെ കൃത്യമായിട്ട് ഉള്ളതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഈ കൊടുക്കല് ഞാൻ നടക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്ന കർത്താവിന്റെ വാക്ക് നമ്മൾ ഈ കുർബാന
പറയുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കാരണന്മാരെ പഴയ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ അതിനെ വ്യഭിചരിക്കുകയല്ല ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനത്തെ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ കൽപ്പനയെ ഇവിടെ ആഘോഷിക്കുമ്പോൾ ആർക്കും ഞാൻ തരില്ല, ഇത് എനിക്കുള്ളതാണ്, എൻ്റെ ഭാര്യയ്ക്കുള്ളതാണ്, എൻ്റെ മക്കൾക്കുള്ളതാണ്, ആർക്കില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ടവർക്കുള്ളതാണ് എന്ന് മാത്രം പറയുന്ന സ്വാർത്ഥതയുടെ അർപ്പണം നടക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പറമ്പിലെ കുറച്ച് പണിക്ക് വേണ്ടി പണിക്കാരെ അന്വേഷിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ പണ്ട് വീട്ടിൽ പണ്ടുകൊണ്ടിരുന്ന പണിക്കാരെയൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് സാധ്യത. അതെൻ്റെ വലിയൊരു പുനർവായനയ്ക്ക് ഇടവരുത്തുകയാണ്. എൻ്റെ ചെറുപ്പത്തിലുള്ള പണിക്കാർ വീട്ടിലൊക്കെ അതിൻ്റെ അത് പലരുടെയും സ്വഭാവ രീതികൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഈ കോമ്പൗണ്ടിലേക്ക് പറമ്പിലേക്ക് കയറുമ്പോഴത്തേക്കും നേരെ ഈ പറമ്പിലെ വൃക്ഷലതാദികളുടെ വരുമാനങ്ങളിലൊക്കെ നോക്കണം, എന്ത് നമുക്ക് ഇവിടുന്ന് പോണെങ്കിൽ പഠിച്ചു മാറ്റി. ഇത് നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിട്ട് ചിലരൊക്കെ നോക്കി വയ്ക്കും, എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി പൊതയുടെയും പുല്ലിൻ്റെയും വീടിൻ്റെയും ഉള്ളിൽ മാറ്റി വെച്ചു. പക്ഷേ ആത്മാർത്ഥതയോട് ജോലിക്ക് പറഞ്ഞ ഒരു 2-3 പേരുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മുന്നായിരുന്നപ്പോൾ വീട്ടിൽ പണിക്ക് വന്നവരുടെ കുടുംബങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോൾ കൃത്യമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടൊരു കാര്യമുണ്ട്. ആത്മാർത്ഥതയോട് പണിയാൻ വരികയും ആത്മാർത്ഥതയോട് ജോലിയെടുത്തിട്ട് കൂലി മേടിച്ചു പോയ കുടുംബങ്ങളൊക്കെ 2-3 കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ 2-3 കുടുംബങ്ങൾ ഇന്ന് മക്കളായിട്ട് രക്ഷപ്പെട്ടു. ഒരു പക്ഷേ തൊഴിൽ കൊടുത്ത ഞങ്ങളുടെ കുടുംബങ്ങളെക്കാൾ അവർ രക്ഷപ്പെട്ടു പോയി. വന്ന വഴി എന്നെ അടിച്ചു മാറ്റിക്കൊണ്ടോണം, അല്ലെങ്കിൽ അതിഞ്ഞതാ എന്ന് പറഞ്ഞ് പിച്ചക്കാരെ പോലെ ചോദിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇന്നും അതേപടി അല്ലെങ്കിൽ അതിനേക്കാൾ താണ്ടിരിക്കുകയും. ഞാനീ പറഞ്ഞു പറഞ്ഞാൽ ചുരുക്കത്തിലുള്ളൂ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണെന്ന പങ്കുവയ്പ്പിന്റെ ആഴമില്ലാതെ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ആർക്കെങ്കിലും എൻ്റെ ജീവിതം, എൻ്റെ സമ്പത്ത്, എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം ഒക്കെ പങ്കുവെച്ചിട്ടില്ല എങ്കിൽ, ഒന്നും പങ്കുവെച്ചിട്ടില്ല എങ്കിൽ എന്താ ഇതിൻ്റെ അർത്ഥം? അതാണല്ലോ വചനം പറഞ്ഞു വരുന്നത്. നിങ്ങൾ വ്യർത്ഥമായ ആരാധനയാണ് ചെയ്യുക. നിങ്ങൾ വ്യർത്ഥമായ ആരാധനയാണ് ചെയ്യുക. ലീഗിലൂടെ പറഞ്ഞ സഭയിലും കടിപിടി കൊണ്ടുമില്ല, ഞങ്ങൾ തന്നെ പറഞ്ഞ വ്യർത്ഥമായ ആരാധനയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആഴം മനസ്സിലാക്കണം. കുർബാനയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതെന്റെ ശരീരമാണെന്ന് കണ്ണാടിയോട് പറയുന്ന ഈ ഉത്തരാധുനിക കാലഘട്ടത്തില് സൗന്ദര്യത്തിന്റെ പുറകിൽ ഇതിനെ രക്ഷിത ചെയ്യാനും ഇതിനു വേണ്ടി ഒരുക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 1970 മുമ്പ് എവിടെയെങ്കിലും നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറുകളുണ്ടോ? എന്നുവെച്ചാൽ അവർക്ക് സൗന്ദര്യമില്ലാതിരുന്നാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലകളിൽ കുടുംബത്തില് പ്രായം ചെന്ന് ചുക്കിച്ചുളിഞ്ഞ് ഇരിക്കുന്ന അമ്മമാരും അപ്പൂപ്പന്മാരും അമ്മമാരും പിള്ളേര് പരീക്ഷയ്ക്ക് പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഈ ചുക്കിച്ചൊളിഞ്ഞ ശരീരവുമായി ഉമ്മകത്ത് കൊന്തയും ഉരുട്ടിയിരിക്കുന്ന ഈ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ ഒന്ന് നമസ്കരിച്ചിട്ട്, അപ്പൂപ്പ അമ്മൂമ്മ ഞാൻ ജോലിക്ക് പോവുക, പരീക്ഷയ്ക്ക് പോവുക എന്ന് പറഞ്ഞ് ഒന്ന് ശിരസ് വഹിച്ചിട്ട് ഈ വിറയാറുന്ന കൈകളുമായി ഈ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഇവരുടെ തലയിലൊന്ന് കൈവച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ പിള്ളേര് ചെന്നിട്ട് ഭയങ്കരമായ വിജയങ്ങൾ കൊണ്ടുവരും. ഈ കുട്ടിയും പേഷ്യൻ്റുകൾക്ക് ആയിരക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ വലിയ സൗന്ദര്യമുള്ളവരായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹം വേണ്ടി മേടിച്ചുകൊണ്ട് പോയ പച്ചവെള്ള ആരെങ്കിലും കിട്ടും. ആ പോണ
പോകുമ്പോൾ പങ്കിടിച്ച് തട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ അനുഭവം ചുറ്റിപ്പോയത് കാരണം എന്താണോ, ജീവിതത്തിൽ മുഴുവൻ പറയാതെ പറഞ്ഞ കാര്യം ഇതാണ്: ഈ ശരീരം എനിക്കുള്ളതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് അത് ജീവിച്ച് കുർബാനയായി മാറിയ മനുഷ്യരുടെ അനുഗ്രഹം മേടിച്ചിട്ട് പോയേ രക്ഷപ്പെടും. നമ്മൾ അങ്ങനെ പറയാം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. ജീവിതത്തില്, കുടുംബത്തില്, ജോലി ചെയ്യുന്നത്, ഇടവകയില്, കുടുംബ യൂണിയനില് ഒക്കെ ഇത് ജീവിക്കണം. ഇതെന്റെ ശരീരമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും